നിസ്സാര കാര്യത്തിനുണ്ട് നീ എന്തിനാടി പിണങ്ങി പോകുന്നത്? നീ എന്തിനാ പിണങ്ങി പോകുന്നത്? ഞാൻ എവിടെയാ പോകുന്നത്? അല്ല നീ വഴക്കിട്ട് പിണങ്ങി പോകുന്നല്ലേ ഈ തുണിയൊക്കെ മടക്കുന്നത്? എന്താ മനസ്സിലിരിപ്പല്ലേ? ഞാൻ പോയിട്ട് ഇവിടെ അമ്മക്കും പോലും നല്ല സുഖമായിട്ട് ഇവിടെ ജീവിക്കാൻ. അപ്പൊ നീ മനഃപൂർവ്വമാണ് എന്റെ അമ്മയുടെ മനസമാധാനം കളയുന്നത്. എന്നാ നിങ്ങള് മേലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അല്ല നീ ഇവിടുന്ന് പിണങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കും അമ്മയ്ക്കും എന്ത് മനസ്സമാധാനം അടി ഉണ്ടാവുക? നീ ആലോചിച്ച് നോക്ക്. എന്നിട്ട് നല്ല മനസ്സമാധാനം നിങ്ങളെ അമ്മ എനിക്ക് തരുന്നിട്ടല്ലേ ഇവിടെ? ഞങ്ങൾ എന്ത് മനസ്സമാധാനക്കേടാ നിനക്ക് വരുത്തുന്നത്? ഇനി ഞങ്ങൾ രണ്ടുപേരെയും കൂടെ ചേർക്കണ്ട. ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലേ? എന്റെ അറിവിലില്ല. ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ അമ്മ പറയുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇങ്ങനെ തുള്ളി നടക്കുന്നുണ്ടല്ലോ. എടി അത് അമ്മയല്ലേ, അമ്മ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? നീ പറയുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങൾ എന്തിനാ 20,000 രൂപയുടെ കണ്ണട മേടിച്ചു കൊടുത്തേ? ഇങ്ങനെ ചിരിക്കേ? അത്രയൊന്നും ഞാൻ തമാശയൊന്നും പറഞ്ഞില്ല. 20,000 രൂപയുടെ കണ്ണട എന്തിനാ മേടിച്ചു കൊടുത്തേ? അതിന്റെ ആൻസർ ഇപ്പൊ പറയണം. എന്നാ ഇത് പിടിക്കേ? എന്നാ 2000 രൂപയുടെ കണ്ണടയാണ് ഞാൻ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തത്. അമ്മയ്ക്കൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഒരു 0 കൂടെ ചേർത്ത് വേറൊരു ബില്ലാണ് അമ്മയുടെ ഏൽപ്പിച്ചത്. ആ കണ്ണടയ്ക്ക് ശരിക്കും 2000 ഉള്ളൂ, 20,000 ഇല്ല. കള്ള അച്ഛാ, അച്ഛമ്മേനെ പറ്റിക്കുകയാണല്ലേ. ബാക്കി 18,000 അതെന്റെ പോക്കറ്റിലുണ്ട്. ഇതൊന്നും അത്ര നല്ലതല്ല. എങ്ങനെ നല്ലതില്ലാതിരിക്കും? നീ ഒന്ന് കേക്ക്, ഒന്ന് മനസ്സിലാക്ക്. 20,000 രൂപയുടെ കണ്ണാടി വെച്ചാലേ അമ്മയ്ക്ക് മനസമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ 20,000 രൂപ ബില്ലിട്ട് അമ്മയ്ക്ക് കണ്ണാടി കൊടുത്തു. അത് 18,000 രൂപ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാനും ഹാപ്പിയായി. ഇപ്പൊ അമ്മയെ ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. ഇത് കേട്ടപ്പോ നീയും ഹാപ്പിയായി? ഞാൻ ഹാപ്പി ആയിട്ടില്ല. എന്തേ? ഞാൻ എങ്ങനെയാ ഹാപ്പി ആവുന്നത്? കട്ട മുതൽ എന്തിനാ നമുക്ക്? കട്ടതൊന്നുമല്ല, ഒരാളുടെ മനസമാധാനത്തിന് വേണ്ടി ഞാൻ നടത്തിയ ഒരു പ്രവൃത്തിയാണ്. ഞാൻ നടത്തിയ ഒരു പ്രവൃത്തി, ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടി. അമ്മേന്റെ 18,000 രൂപ കട്ടെടുത്തിട്ട് ഞാൻ ഹാപ്പിനെസ് ഉണ്ടാക്കല്? അങ്ങനെ അതിനെ കാണരുത്. അമ്മയ്ക്ക് 18,000 രൂപയ്ക്ക് ഇത്രയും സന്തോഷം കിട്ടിയെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. അതിനെ അങ്ങനെ കാണാവുള്ളൂ. നിനക്ക് ഹാപ്പി ആവാൻ നീ എന്താ വേണ്ടത് പറ? ഞാൻ 20,000 രൂപയുടെ കണ്ണട മേടിച്ചോടുന്നല്ല പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ എന്തിനാണ്? ഞാൻ ഇംഗ്ലീഷ് പത്രം ഇടാത്തതിന്. എടി, ഈ ആഡംബരം പൊങ്ങച്ചോന്ന് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പത്രത്തിനെ എതിർത്തത്. ഇനി ഇപ്പൊ നിനക്ക് അതുകൊണ്ടേ നിനക്ക് സന്തോഷം കിട്ടുവുള്ളെങ്കിൽ നീ ഇംഗ്ലീഷ് പത്രം മേടിച്ചോന്നേ. നീയും ഹാപ്പിയാകും. പക്ഷെ ഈ പൈസ തിരിച്ചു കൊടുക്കണേ. മനസാക്ഷി ഉണ്ടോ നിനക്ക്? ഈ പൈസ ഞാൻ തിരിച്ചു കൊടുക്കുമ്പോ അമ്മയ്ക്ക് വിഷമാവില്ലേ? വെറും 2,000 രൂപയുടെ കണ്ണാടി എന്ന് അമ്മ വിചാരിക്കില്ലേ? നീ മനസ്സമാനം കളയാനാണോ? അത് വെക്കണ്ട, ഞാൻ വെച്ചോളാം. മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, അത് മാത്രം ചിന്തിക്കുക. ഞാനിപ്പോൾ അത് മാത്രം ചിന്തിക്കാറുള്ളൂ. അമ്മയുടെ 18,000 രൂപ പോയാലും അമ്മയ്ക്കൊരു 1,00,000 രൂപയുടെ സന്തോഷമുണ്ട്. അതോർത്ത് സന്തോഷിക്കുന്നുണ്ട്. ഇനി നീ ഹാപ്പി ആയിക്കോ. ഇംഗ്ലീഷ് പത്രം മേടിച്ചോ, പിള്ളേരെല്ലാം അത് വായിക്കട്ടെ. നമ്മളെല്ലാവരും ഹാപ്പി ആയില്ലേ? ഹെൽപ്പ് ചെയ്യണോ? വേണ്ട. അച്ഛനെന്താ പറഞ്ഞേ? ഞാൻ കാനഡ UK ഒക്കെ പോവാണെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണെന്നല്ലേ? അപ്പൊ ഞാനൊരു പറ്റിപ്പുകാരിയാണെന്ന്. ശരിയാക്കി തരാം. ഞാൻ ഇനി മുതൽ എന്റെ ഇഷ്ടം പോലെ ചെയ്ത് ശരിയാക്കി തരാം.